ഡാർവിന്റെ പരിണാമം വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ നായിക ചാന്ദിനി ശ്രീധരനാണ് ഇന്ന് ഷോമോളിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ചാന്ദിനി, ഷോമോളിലേക്ക് സ്വാഗതം. ഹായ്. കേൾട്ടൺ പത്തിലൂടെയാണ്, മൂസി പെരാരിയുടെ കേൾട്ടൺ പത്തിലൂടെയാണ് മലയാളികൾക്ക് ചാന്ദിനി സുപരിചിതയായത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ചിത്രം, അതും ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം, പൃഥ്വിരാജിന്റെ ഒപ്പം നായികയായിട്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. പൃഥ്വിരാജ് പോലൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ ഫീൽ ലക്കി. ആൻഡ് ഫുൾ ടീം ഇസ് വെരി ടാലൻറ്റഡ്. സോ അങ്ങനത്തെ ടീമിൻ്റെ കൂടെ സെക്കൻഡ് മൂവി ഇൻ മലയാളം എന്ന് പറഞ്ഞാൽ ലക്കായിട്ട് തന്നെയാണ് കാണുന്നത്. ആൻഡ് എനിക്ക് അതിൽ അഭിനയിക്കാൻ കുറേ സ്കോപ്പ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ അമല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഷാദിയ എന്നൊരു മുസ്ലിം പെൺകുട്ടിയുടെ വേഷമായിരുന്നു കേൾട്ടൺ പത്തിലുണ്ടായിരുന്നത്, ഉണ്ണിമുകുന്ദന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇതിൽ വരുമ്പോൾ അമല അനിൽ എന്ന ഒരു ഭാര്യയാണ്, അനിൽ ആൻഡോ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ഭാര്യയാണ്, ഉത്തരവാദിത്തങ്ങളുള്ള ഒരു സ്ത്രീയാണ്. എങ്ങനെയായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രം സംവിധായകൻ പറഞ്ഞപ്പോൾ എന്ത് തോന്നി ഏറ്റെടുക്കാനായിട്ട്? ഈ കഥ ജിജു ചേട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ തോന്നിയത് ഓക്കെ, ഈ ക്യാരക്ടർ എനിക്ക് എന്തായാലും അഭിനയിക്കാൻ സ്കോപ്പുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. സോ അപ്പം തന്നെ ഐ വാസ് ലൈക്ക് യെസ്, ബിക്കോസ് ഒരു ആക്ടറിന് സിനിമയിൽ എത്രത്തോളം അഭിനയിക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് അത് കാണിക്കാൻ പറ്റിയാലാണ് നമുക്ക് എന്താ പറയുക ഇമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ ചെയ്ത 3 സിനിമയിലും ഒരു നോർമൽ ടൈപ്പ് റോൾസ് ആയിരുന്നു. ഷാദിയനാണെങ്കിലും ഒരു ലൈക്ക് പ്ലസൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്ലേ ചെയ്തത്. അപ്പം അത് വന്നപ്പം കെമിസ്ട്രി ഓൾറെഡി ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അവർക്കൊരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ. അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിനെ മീറ്റ് ചെയ്തത് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലാണ്. സോ അതെങ്ങനെയായിരിക്കും, അത് പോർട്രേ ചെയ്യുമ്പോൾ എങ്ങനെയാവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആൻഡ് വാസ് വെരി സപ്പോർട്ടീവ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പറയുക എനിക്ക് കംഫർട്ടാക്കി തന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഐ തിങ്ക് അത് നന്നായി വന്നിരുന്നു തോന്നുന്നു. ഇപ്പോൾ കാതങ്ങൾ കിനാവിൽ സോങ് പുറത്തു വന്നപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞത് കെമിസ്ട്രി നന്നായി വർക്കൗട്ടായി, ശരിക്കും ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ ഉണ്ട്. സോ അതൊക്കെ കേൾക്കുമ്പോൾ വെരി ഹാപ്പി. ഓപ്പോസിറ്റ് പൃഥ്വിരാജ് എന്ന് അറിയായിരുന്നോ? കഥ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നോ പൃഥ്വിരാജിന്റെ ഭാര്യ റോളിലേക്കാണ് ചാന്ദിനിയെ ക്ഷണിക്കുന്നതെന്ന്? ഇല്ല, കഥ പറഞ്ഞപ്പം പൃഥ്വിയെ ഹീറോ എന്ന് അറിയില്ലായിരുന്നു. അത് ആക്ച്വലി ഐ തിങ്ക് സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ എന്നോട് ഇങ്ങനെ ഈ കഥയെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് പൃഥ്വിനെ അവർ ആക്ച്വലി കഥ ജിജു ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ടാണ് പൃഥ്വി ഒരു സ്ക്രിപ്റ്റ് കേട്ട് അപ്പം തന്നെ ഓക്കെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് എടുത്തത്. സോ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞപ്പം ഞാൻ ഷോക്കിലായിരുന്നു. പൃഥ്വിരാജാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഐ വാസ് ഇൻ ഷോക്ക് ഫോർ ലൈക്ക് കുറച്ച് ദിവസം. പിന്നെ അച്ഛനമ്മനോട് പറഞ്ഞപ്പോൾ അവരും ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. സോ കേട്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. ജിജു ആന്റണിയുടെ ആദ്യത്തെ ചിത്രം കൊന്തയും പൂണൂലും സംവിധാനം ചെയ്ത ആ ചിത്രം ഒരു രീതിയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെയും ഭാമയും പ്രധാന വേഷങ്ങളെത്തിയ ചിത്രം. അതിനുശേഷമുള്ള ചിത്രമാണ് ഈ ഡാർവിന്റെ പരിണാമം. എങ്ങനെയുണ്ടായിരുന്നു ആ സംവിധായകനൊപ്പം? മൂസിൻ പെരാരിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും മൂസിൻ ഒരു നവാഗത സംവിധായകനാണ്. ജിജു ആന്റണിയുടെ രണ്ടാമത്തെ ചിത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു 2 എക്സ്പീരിയൻസ്? ആദ്യം ഇതൊരു തമിഴ് മൂവിയിൽ വാസ് എൻ എക്സ്പീരിയൻസ് ഡയറക്ടർ. സെക്കൻഡ് തെലുഗു മൂവിയിലും ആൾ സ്ക്രിപ്റ്റ് റൈറ്ററാണെങ്കിലും ഫസ്റ്റ് ആയിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. മ്യൂസിക്ക എന്ന് പറഞ്ഞാൽ ഈ ആളുടെ ഫസ്റ്റ് മൂവി ആണെങ്കിലും ആൾക്ക് എന്താ വേണ്ടത് ആ ഒരു വ്യൂ പോയിന്റും ആ തോട്ട് പ്രോസസ്സ് എപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നത്. സോ സെറ്റിൽ എത്ര നമ്മളിങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിലും ആൾക്ക് വേണ്ടത് ആൾ കൃത്യമായിട്ട് നമ്മളെടുത്തുനിന്ന് എടുക്കും ആക്ടിങ് വൈസ്. ജിജു ചേട്ടൻ്റെ കൊന്തയും പൂനൂലും ഒരു കുറച്ചും കൂടി ക്രിറ്റിക്കലി അക്ലെയിംഡ് മൂവിയായിരുന്നു. ഇത് കുറച്ചും കൂടി ഐ തിങ്ക് കമേഴ്ഷ്യൽ ബേസ്ഡ് ആണ്. ജിജു ചേട്ടൻ ഇസ് വെരി സോഫ്റ്റ് സ്പോക്കൻ. സെറ്റിലൊക്കെ ഭയങ്കര പാവാണ്. സെറ്റിൽ മാത്രമല്ല ഇൻ ജനറൽ പാവാണ്. അപ്പം പക്ഷേ എന്താ ആൾക്ക് എന്താ വേണ്ടത് ഹിൽ ഹാവ് ദിസ് ക്ലിയർ തോട്ട് പ്രോസസ്. എന്നാലും ഇതാണ് സീൻ, ഇതാണ് സീൻ, ഇതെന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറയും. പക്ഷെ നമുക്ക് അവിടെ ഒരു ഫ്രീഡം തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ഒരു ഇൻപുട്ട് തരാനുള്ള സ്പേസ് തന്നിരുന്നു. അപ്പോൾ അത് തന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. റിലാക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ തോട്ട് പ്രോസസ്സും ഇൻപുട്ടെല്ലാം എക്സ്ട്രാ ഇടുമ്പം ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ. എനിക്ക് കുറച്ച് ഗ്രോ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇതിൽ അമല എങ്ങനെയാണ്? ഒരു ഗർഭിണിയൊക്കെ ആണെന്ന് മനസ്സിലായി പാട്ടിൽ നിന്ന്. അമല ഒരു പാവം കുട്ടിയാണ്, പക്ഷേ ഇമോഷണലി സ്ട്രോങ് ആണ്. ആൻഡ് ഹസ്ബൻഡ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു വൈഫാണ്. ആൻഡ് ഐ തിങ്ക് ഹസ്ബൻഡ് ഈക്വലി
അമലേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ അമലൻ അനിൽ ആ പാട്ട് കണ്ടാലറിയാം അവരെപ്പോഴും ഇങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ഒരു ലവ് ആ ക്യൂട്ട്നെസ് എപ്പോഴും ഉള്ള രണ്ട് ക്യാരക്ടേഴ്സാണ്. ആൻഡ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഷിൽ ബി ദയർ ഫോർ ഹിം. അമൽ എപ്പോഴും അനിലിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു സപ്പോർട്ടിങ് വൈഫാണ്. ആൻഡ് അതേ പ്രഗ്നൻറ്റ് ആ സോങ്ങിൽ കാണുന്നുണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യില്ല, നിങ്ങൾ മറ്റന്നാൾ തിയേറ്ററിൽ പോയി കാണണം. ഓക്കെ, എന്തായാലും അത് വെളിപ്പെടുത്തണ്ട. പൃഥ്വിരാജിന്റെ ലൊക്കേഷനിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, വളരെ ഹെൽപ്ഫുൾ ആണ്, പുതുമുഖങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്നവർക്ക് വളരെ നന്നായി സഹകരിക്കുന്ന ഒരു നടനാണ്, നായകനാണ് എന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു ചാന്ദിനിയുടെ അനുഭവം? ഞാൻ എൻ്റെ ഫസ്റ്റ് ഷൂട്ടിലാണ് പൃഥ്വിനെ മീറ്റ് ചെയ്തത്. അപ്പം എന്നോട് ഇങ്ങോട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്കപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എന്താ ഓക്കെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരു ബൈക്കിൽ പോകുന്നൊരു സീക്വൻസ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ഷൂട്ടിങ്. അപ്പോൾ വൺ സൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുമ്പം നമ്മൾ കൈ ഷോൾഡറിലോ വേസ്റ്റിലോ എവിടെയെങ്കിലും വെക്കുമല്ലോ. പക്ഷേ ദിസ് ഇസ് പൃഥ്വിരാജ്. അപ്പോൾ ആദ്യം ഒരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ കോ ഡയറക്ടർ ടിനു പാപ്പച്ചനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നത് ഇങ്ങനെ ലൈക്ക് അപ്പോൾ ഓൾറെഡി പൃഥ്വി ഇരിക്കുന്നുണ്ട് ബൈക്കിൽ. സോ ആക്ച്വലി പൃഥ്വി കൈ എടുത്തിട്ട് വേസ്റ്റിൽ വെക്കാണ് ചെയ്തത്. ഇനി ലൈക്ക് നമ്മൾ ഹസ്ബൻഡ് വൈഫാണ്, സോ ഒരു റിലാക്സ് ചെയ്യൂ, അത് ആ കെമിസ്ട്രി ഉണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവും അങ്ങനെ പറഞ്ഞ് പിന്നെ മെല്ലനെ അത് വി ഗോട്ട് സിങ്ക്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാതങ്ങൾ കിനാവിൽ കാണുന്നതിൽ കൊറിയോഗ്രാഫർ ഇല്ല. നമ്മൾ ഓൺ ദ സ്പോട്ടിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ഡയറക്ടറിൻ്റെ ഇൻപുട്ട് വെച്ചിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ബിക്കോസ് ഹീ സച്ച് എ ഗുഡ് ആക്ടർ, ആളെന്തെങ്കിലും ചെയ്താൽ എൻ്റെ കൂടെ നമുക്ക് അഭിനയിക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു. ആൻഡ് ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ ആൾ എന്തായാലും റിയാക്ട് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു കംഫർട്ട് ലെവൽ ആൾ ഹെൽപ്പ് ചെയ്തിരുന്നു ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അറിയാം ചാന്ദിനി. ഇപ്പോൾ കാതങ്ങൾക്ക് നാവൽ എന്ന ഗാനം ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ്, ഹരിചരൺ പാടിയ ഗാനം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടുമോ? അയ്യോ, I think Haricharan sang it really well. And Shankar first മൂവിയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട്. പക്ഷേ എന്താ പറയുക BGM എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ആക്ഷൻ BGM എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരു ഫസ്റ്റ് ഡെബ്യൂട്ടൻ്റ് ഡയറക്ടറിൻ്റെ ഒരു ഇതിലില്ല. ഞാൻ പാടിയത് കൊളാക്കണ്ട. നിങ്ങൾ ഹരിചരൻ്റെ പാട്ട് ഐ തിങ്ക് ഹി sang it really beautifully. ഓക്കെ, നേരത്തെ ചാന്ദിനി പറഞ്ഞ പോലെ തമിഴിലും തെലുങ്കിലൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മലയാളത്തിൽ വന്നത്. മലയാളത്തിൽ രണ്ടാമത്തെ ചിത്രമാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കന്നഡയിൽ ശ്രീകാന്ത എന്ന് പറയുന്ന ഒരു ചിത്രം ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏകദേശം എല്ലാ ഭാഷകളിലും കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് ഈ ഭാഷകളെല്ലാം ഒരു 2 വർഷത്തിനിടയ്ക്ക് ഇത്തരം 4 ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നടിയായിട്ട് ഇപ്പോൾ ചാന്ദിനി. എങ്ങനെയുണ്ടായിരുന്നു ഈ 4 ഭാഷകളിലെ ഒരു അനുഭവം? അതെ, ഇപ്പം സൗത്ത് ഫുള്ളും കവർ ചെയ്ത് വിത്ത് ദാറ്റ് കണ്ട മൂവി കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയും ഒരു മാർക്ക് വെച്ചിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മൾ എല്ലാ സ്ഥലത്തും ഓരോന്ന് ചെയ്യുമ്പം അത് എവിടെയും ഒരു മാർക്ക് ആവുന്നില്ല. സോ ഇപ്പം മറ്റന്നാൾ അതിലൊരു എന്തെങ്കിലും മാർക്സ് മലയാളത്തിൽ വെക്കാൻ പറ്റണേ എന്നാണ് എനിക്കുള്ളൊരു ഹോപ്പ്. 4 ഇൻഡസ്ട്രിയിലും വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് വ്യത്യാസമാണ്. ആൻഡ് തമിഴ് തെലുഗു ഒരു സിമിലർ വർക്കിംഗ് സ്റ്റൈലാണ്. എല്ലാവരും നമ്മൾ പോയാൽ അപ്പം തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും എല്ലാവർക്കും, ന്യൂ കമേഴ്സിനോട്. പക്ഷെ ഐ തിങ്ക് മലയാളത്തിൽ നമ്മളത് ഏൺ ചെയ്യണം. പക്ഷെ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു ബന്ധമായിരിക്കും, ഒരു ഫ്രണ്ട്സ് ഫാമിലി പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇപ്പം എനിക്ക് ആക്ച്വലി മലയാളം ഇൻഡസ്ട്രീൻ്റെ വർക്കിംഗ് സ്റ്റൈലാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. എന്താ വെച്ചാൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും നമുക്ക് എപ്പോഴും. എവിടെയോ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഇപ്പോൾ ചാന്ദിനി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പേരിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. തമിഴിൽ മൃത്തിക എന്ന പേര്, തെലുങ്കിൽ രഹന എന്ന പേര്, ഇവിടെ വന്നപ്പോൾ ചാന്ദിനി എന്ന പേര്. ഏത് പേരാണ് ശരിക്കും? ചാന്ദിനി എന്ന പേര് തന്നെയാണോ? അതെ, ഒറിജിനൽ പേര് ചാന്ദിനിയാണ്. ആൻഡ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ പേരിൻ്റെ ഇത് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തമിഴിൽ ആദ്യത്തെ മൂവി ഡയറക്ടർ തന്നെയാണ് പേര് മാറ്റിയത്. തെലുഗുവിലും ടീം തന്നെയാണ് മാറ്റിയത്. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ പേരിൽ അറിയപ്പെടണമെന്നുണ്ടായിരുന്നത്. സോ കേരളം 10 ചെയ്യുമ്പം ലാൽ ജോസ് സാറാണ് പറഞ്ഞത് നീ ചാന്ദിനിനെ വെച്ചാൽ മതി, അവർക്ക് അതാണ് എളുപ്പം. അപ്പോൾ ഐ വാസ് ഹാപ്പി. ഇപ്പം ചാന്ദിനി തന്നെയാണ്. ഇപ്പം എല്ലാ ഇൻഡസ്ട്രിയിലും ചാന്ദിനി തന്നെയാണ്, കന്നഡയിലും ചാന്ദിനി തന്നെയാണുള്ളത്. സോ ഇപ്പം ചാന്ദിനിയേ ഉള്ളൂ. എന്തായാലും ഡാൻസും പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ചാന്ദിനി. പക്ഷെ ഇപ്പോൾ കിട്ടിയ സിനിമയിലോ ആദ്യത്തെ സിനിമ മുഴുവൻ പ്രണയമായിരുന്നു. ഇപ്പോൾ ഇതിൽ ആക്ഷനും പ്രണയവും ഒക്കെ ഉള്ള സിനിമയാണ്. മുഴുവൻ ഡാൻസ്, സംഗീതം അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി, ഇറ്റ്സ് ലൈക്ക് മൈ ഡ്രീം റോൾ. ഏതെങ്കിലും ഒന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തമിഴ് തെലുഗുലൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ കേരളത്തിൽ ഡാൻസ് ഇല്ല, ഡാർമന്റയിലും ഇല്ല. പക്ഷേ ആ സ്റ്റോറീസിൽ അത് വന്നാലും അത് സിങ്ക് ആവില്ല.
പക്ഷെ എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടണേ എന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേൾട്ടൺ 10 പോലെ അതിനപ്പുറം ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഷോമോളിൽ അതിഥിയായതിന് വളരെയധികം നന്ദി. താങ്ക് യു.